ഇന്ന് മുട്ടയുടെ മഞ്ഞ ഒഴിവാക്കി ഒരുപാട് പേർ അതിന്റെ വെള്ള മാത്രം കഴിക്കാറുണ്ട്. മഞ്ഞ കഴിക്കുന്നത് ശരീരത്തിന് ആരോഗ്യകരമാണോ? നമ്മുടെ നാടൻ കോഴിയുടെ മുട്ടയില്ലേ, നാടൻ കോഴിയുടെ മുട്ടയിലെ മഞ്ഞക്കരുവിലാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ K2. നമ്മൾ പറഞ്ഞില്ല, അസ്ഥിസംബന്ധമായ പ്രശ്നങ്ങൾക്ക് നമ്മൾ പറഞ്ഞില്ല, വൈറ്റമിൻ K2 അടങ്ങിയിട്ടുള്ളതാണ് പുതിയ പഠനങ്ങൾ. എൻ്റെ ഒരു നിഗമനത്തിൽ ഈ മുട്ടയുടെ വെള്ളയേക്കാൾ നല്ലത് മഞ്ഞയാണ്. അതിനെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഞാനൊരു ഉദാഹരണം പറയാം, നിങ്ങളൊന്ന് പരീക്ഷ നോക്കിക്കോളൂ. അതിനുവേണ്ടിയാണ് പറയുന്നത്. ഒരു മുട്ട പുഴുങ്ങി അതിൻ്റെ തൊണ്ടെല്ലാം കളഞ്ഞതിന് ശേഷം ഒരു പൂച്ചയുടെ മുമ്പിലിട്ട് കൊടുക്കുക. പൂച്ച എന്താണ് ആദ്യം തിന്നുന്നത് നിങ്ങൾ നോക്ക്. ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. ഞാൻ 2-3 പ്രാവശ്യം പരീക്ഷിച്ചപ്പോഴും എൻ്റെ പൂച്ച അത് മാന്തി പൊടിച്ചിട്ട് അതിനകത്തെ മഞ്ഞ തിന്നതിന് ശേഷമാണ് വെള്ള തിന്നാൻ ആരംഭിച്ചത്. ആദ്യം മഞ്ഞ തിന്നുന്നത്, എന്നിട്ട് വെള്ള ബാക്കി കുറച്ചിട്ടിട്ടാണ് പോയത്. വെള്ള തേച്ചുന്നില്ല, പക്ഷെ മഞ്ഞ തികച്ചുന്നു. അപ്പോൾ എന്തായാലും ആ ജീവികളിൽ നിന്ന് അവരൊക്കെ പറയുന്നത് ഒരിക്കലും മറ്റ് ജീവികളുടെ വാസന കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം നല്ലതാണ്, അവർക്ക് തിരിച്ചറിയാൻ പറ്റും. നമ്മളെക്കാൾ കൂടുതൽ അവരെല്ലാം വലിയ ബയോകെമിസ്റ്റുകളാണ്. അവർ മുട്ട കണ്ടാൽ തന്നെ അല്ല എന്ത് സാധനം കൊടുത്താലും തിന്നുന്നില്ല. അതുകൊണ്ട് എന്തായാലും മഞ്ഞയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കാൽസ്യത്തിന് വേണ്ടിയിട്ടാണ് വെള്ള കഴിക്കാൻ പറയുന്നത്. അതൊന്നും പലപ്പോഴും ദഹിക്കില്ല. കുട്ടികൾക്ക് കൊടുത്താൽ വയറ്റിൽ നിന്ന് പോകുമ്പോൾ അതുപോലെ അതുപോലെ പോകുന്നത് കാണാം. ചെറിയ കുട്ടികൾക്കെല്ലാം മുട്ട കൊടുത്താലേ അവർ വയറ്റിൽ നിന്ന് പോകുമ്പോൾ അതിനകത്ത് വെള്ള കഷ്ണം പീസായിട്ട് തന്നെ പോകുന്നതാണ്. ഒന്നും ഡൈജഷൻ നടക്കുന്നില്ല എന്നല്ലേ അർത്ഥം.